എന്താ മുറുക്കാൻ മുത്തശ്ശി? ബട്ടർ മുറുക്ക്. ആഹാ. അപ്പൊ എല്ലാരും ആ ഒരു ടിപ്പും കൂടെ ശ്രദ്ധിക്കട്ടെ അല്ലേ? കേട്ടോ നമ്മളെ ബട്ടർ മുറുക്കിന്റെ പൊടി. അതാണ് നമ്മളെ ഈ ഒരു മുറുക്കിലെ സീക്രട്ട്. ഇതിൽ മാത്രം ഞാൻ തോറ്റു. മറ്റൊക്കെ എല്ലാരും മുമ്പിൽ നിൽക്കുക. ബട്ടർ മുറുക്ക്, വെണ്ണ മുറുക്ക്. വെണ്ണ മുറുക്ക്. ശരി. മക്കൾ വിചാരിക്കും എന്താ രാവിലെ തന്നെ മുത്തശ്ശി ഇങ്ങനെ അരി കഴുകിക്കൊണ്ട് നിൽക്കണം. ചോറുണ്ടാക്കാനോ മുത്തശ്ശി? ചോറുണ്ടാക്കാനൊന്നുമല്ല. പിന്നെന്താ? വൈകുന്നേരം കാപ്പിക്ക് ഇന്നലെ പൊക്കോടല്ലേ, മുറുക്കുണ്ടാക്കാ വിചാരിച്ചു. മുറുക്കുണ്ടാക്കാൻ വയ്ക്കോ? അപ്പൊ ഇത് എന്തായിരിക്കും മുത്തശ്ശി? ഇത് അയ്യാറട്ട് പച്ചരി. അയ്യാറട്ട് പച്ചരി എടുക്കണം അല്ലേ? മറ്റോ ചെയ്യൊക്കെ ചെയ്യാം, പക്ഷെ ഇതാണ് അധികം നല്ലത് മാത്രം. അയ്യാറട്ട് പച്ചരി നമ്മള് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ കുതിർത്തി വെക്കുക. എന്നിട്ട് അത് പൊടിപ്പിച്ചു കൊണ്ടുവല്ലേ? നൈസായി പൊടിപ്പിക്കണം. പൊടിപ്പിച്ചുകൊണ്ടാലും മുത്തശ്ശി ഒന്നും കൂടി തരിക്കും. അല്ലാണ്ട് നമ്മളെ പാക്കറ്റ് നൈസ് പൊടിയൊന്നും പറ്റില്ല അല്ലേ? അല്ലല്ല, അതുകൊണ്ട് ശരിയാവില്ല. അത് വറുത്തിട്ടൊക്കെ അല്ലേ വരുന്നത്. ശരിയാ ശരിയാ. അങ്ങനെ എന്തോ. അപ്പൊ അരിയൊക്കെ പൊടിച്ചു കഴിഞ്ഞു. ഇത് തരിക്കായി. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോണ എന്താ അറിയോ? ബട്ടർ മുറുക്ക്. വെണ്ണ മുറുക്ക്. ശരി. ബട്ടർ മുറുക്ക് നല്ല ടേസ്റ്റാ. അതെ 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 അതെ. തരിക്കട്ടെ. നട്ടുതരാം. മുത്തശ്ശി എത്ര കിലോ അരി നമ്മൾ എടുത്തത്? 1 കിലോ. 1 കിലോ കുതിർത്തി വെച്ചിട്ട് അരമണിക്കൂറോളം കുതിർത്തി വെച്ച് കഴുകി കുതിർത്തി പൊടിച്ചു വെച്ച. ഇതാരാ ചുറ്റുന്നയാൾ? ഞാന്. പ്രസീത. ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഇപ്പൊ മരിച്ചു. ഒരു മകളെ ശിവഗാമി പറഞ്ഞൊരു ചേച്ചിയായിരുന്നു. ശിവഗാമി. എന്നിട്ട് നമ്മളവിടുന്ന് കുറച്ച് പോവാണ്ട്. പക്ഷെ ഇപ്പൊ അവരവിടെ ഇല്ല കേട്ടോ, അവര് ഇവിടുന്ന് പോയി. പിന്നെ വീടൊക്കെ സ്വന്തമായിട്ട് വെച്ചൊക്കെ പുതിയ വീടൊക്കെ കയറ്റിയിരുന്നു. പഴയതൊക്കെ പൊളിച്ചിട്ട് ഞങ്ങള് പഠിച്ചത് കൊറോണയുടെ കുറെ ഒരു 10 വർഷമായി ഉണ്ടാവും ഏകദേശം. അതെന്താ പറയുക, ഒരു ദിവസം ഞങ്ങളവിടെ ചെന്നപ്പോഴേ, ഞങ്ങള് വെറുതെ പോയതാണ്. അപ്പൊ ചെന്ന സമയത്ത് മുത്തശ്ശി ചോദിച്ചു, എങ്ങനെ മുറുക്കുണ്ടാക്കണത് അറിയോ, എങ്ങനെ എന്താന്ന് വെച്ചാൽ. അപ്പൊ പറഞ്ഞു ഞങ്ങളോട്, എനിക്കറിയാം, ഒരു ദിവസം നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് 3-4 ആള് പഠിക്കാൻ പോയി. അങ്ങനെ പഠിക്കാൻ പോയി. എന്നിട്ട് കുറെ അവര് ചെയ്ത് നമ്മൾ അതുപോലെ ചെയ്തു. അപ്പൊ ആദ്യം കാണുമ്പോൾ നല്ലത് തോന്നിട്ടോ, നമുക്ക് നല്ല രസം. നമ്മളങ്ങനെ കണ്ടിട്ടില്ല, ആദ്യമായി കാണില്ലേ തിരിക്കണത്, കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ നമ്മൾ ചെയ്തു നോക്കിയിട്ടില്ലല്ലോ. അപ്പൊ ആ ചേച്ചി ആദ്യം തിരിച്ചിങ്ങനെ കാണിച്ചു തന്നു. അതെ. അപ്പൊ എന്നിട്ട് മുത്തശ്ശി നോക്കി, പിന്നെ ഷാൻ ചേച്ചി ഉണ്ടായിരുന്നു അന്ന്. അപ്പം ഷാൻ ചേച്ചി നോക്കി, പിന്നെ അങ്ങനെ ഞാൻ വെറുതെ നോക്കി. അപ്പൊ ഇല്ല, ഇതിന് മാത്രം ഞാൻ തോറ്റു. മറ്റൊക്കെ എല്ലാരും മുമ്പിൽ നിൽക്കുക. ഇതിപ്പോഴും ശരിയാവില്ല. ഞാൻ കൊറേ ഇവിടെ വന്നിട്ട് എന്നിട്ട് ഇവിടെ വന്ന് എല്ലാരും നോക്കി. അപ്പൊ കുറച്ചൊക്കെ ഞാൻ ശരിയാവാൻ തുടങ്ങി. ആദ്യം തന്നെ ഇപ്പൊ നമ്മളിതെല്ലാം ശരിയാവില്ലല്ലോ. അപ്പൊ എന്നിട്ട് അവിടെ ചെന്നപ്പോ അപ്പൊ ചേച്ചി നോക്കൂന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും കുറച്ച് തന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കി. പക്ഷെ ആദ്യം നമുക്ക് ശരിയാവില്ല കേട്ടോ. റൗണ്ട് കിട്ടണം, ചിലവടം കനം കൂടും, ചിലവടം കുറയും. അപ്പൊ പറഞ്ഞു ഇങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ചിങ്ങനെ ഇതാക്കിയിട്ട് ചെയ്ത് പഠിച്ചാൽ മതി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് അത് നോക്കൽ തന്നെയായിരുന്നു പണി. രാവിലെ ആയി കഴിഞ്ഞാൽ അതെ, മുത്തശ്ശിയും കുറെ നോക്കി, ഷാൻ ചേച്ചിയും കുറെ നോക്കി, ഞാൻ നോക്കി, അച്ഛനും നോക്കി, അമ്മായിയും നോക്കി, എല്ലാരും നോക്കി. പക്ഷെ ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമാണ്. അതെ 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 അതെ. അതെ അതെ. അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കാവിൽ ഇത്ര ചുമന്നിട്ടില്ല, പൊട്ടുകുത്താനറിയില്ല, കണ്ണെഴുതാനറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാവാടി കരളുള്ള പാവാടക്കാരി, പൂങ്കാറ്റ് പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റ് പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട്, എൻ നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട്, എന്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ, പൂങ്കാറ്റ് പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റ് പോയി ചൊല്ലാമോ.
മുത്തശ്ശി നമ്മളെ വിജയകരമായി 2 പാട്ടുകൾ പാടിയിരിക്കുന്നു. അപ്പൊ മുറുക്കിക്ക് ഇനി അടുത്ത് വേണ്ട എന്താ അറിയോ, ഉഴുന്ന് പൊടിയാണ്. അപ്പൊ ഉഴുന്ന് ഇവിടെ തന്നെ വറുത്തിരിച്ച് പൊടിക്കാറാണ് പതിവ്. അപ്പൊ ഗ്യാസ് കത്തിക്ക് കുത്തിക്ക ഒരു കാലുണ്ട് ഉഴുന്നരിപ്പ്. അപ്പൊ ഉരുളി വെച്ചിട്ട് അത് വറുത്തിരിക്കട്ടെ. എണ്ണയൊന്നും ഒഴിക്കണ്ട, എണ്ണ ഇല്ലാതെ ചൊക്കനെ വറുത്തിട്ട് ഒരു ഗ്ലാസ് എടുത്താൽ 2 ഗ്ലാസ് പൊടി കിട്ടും. നമ്മൾ ഈ വലിയ കുട്ടി ഗ്ലാസ് 2 ഗ്ലാസ് കിട്ടും. അപ്പൊ നമുക്ക് ആ ഒരു കുട്ടി ഗ്ലാസ്സിൽ 1 ഗ്ലാസ് മതി പൊടി, ഉഴുന്ന് പൊടി. ആ ഒരു കുട്ടി ഗ്ലാസ് 8 ഗ്ലാസ് അരിപ്പൊടി. ഒരിക്കണോ അതാട്ടോ നമ്മളെ കുട്ടി ഗ്ലാസ് അളവ് ഗ്ലാസ്സിലെ മുത്തശ്ശി. അതാണ് അളവ് ഗ്ലാസ്. അതെ 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 അതെ. അതിന് നല്ല ബ്രൗൺ ആണോ അതോ ഒരു ചെറിയ ചുവപ്പ് വേണം? ചുവപ്പ് വേണല്ലേ. അപ്പൊ ദാ ഉഴുന്നരിപ്പൊക്കെ ചോർന്നു തുടങ്ങി. കാണിച്ചോളൂ, ശരിക്കും മനസ്സിലാവും. ഈ ഒരു ഇങ്ങനെ കാണിക്കോ, ഇങ്ങനെ പിടിക്കോ. അതൊക്കെ എടുത്തിട്ട് ആ ചുവപ്പ് വരണം. അതെ അതെ. അപ്പൊ ഇതിന് ചൂടാറിയിട്ട് പൊടിച്ചിട്ട് കാണാം. ആയിക്കോട്ടെ. അതാ വറുത്ത് വെച്ച ഉഴുന്ന് പൊടിച്ചു. നീ തരിക്കുന്നത് കണ്ടോളൂ കേട്ടോ. അതെ, ഉഴുന്ന് പൊടിയായി മാറി. മാറുണ്ടല്ലേ. പാറുന്നു ഉഴുന്നത് മുത്തശ്ശിയുടെ സെറ്റ് കൊണ്ടിൽ പിടിച്ച് പാറുന്നു. നല്ല ഫൈൻ പൗഡറായി. അപ്പതാ വലിയൊരു ബേസിനാണല്ലോ. വലിയ ബേസിന് എന്താ വെച്ചാലേ രണ്ടും കൂടി കൂട്ടി കുഴക്കണ്ടേ. പരന്നതായ അപ്പൊ എന്നാലും അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് 8 ഗ്ലാസ് അരിപ്പൊടിയാണ്. 1 കിലോ അരി പൊടിച്ചപ്പോ 8 ഗ്ലാസ് കറക്റ്റ് 8 ഗ്ലാസ് കിട്ടിയില്ലേ ആ കുറ്റി ഗ്ലാസ്സില്. അതെ അതെ അതെ. ഇനി നമ്മൾ ഉഴുന്നുപൊടി അളവ് എടുക്കണ്ടു അല്ലേ? ഉഴുന്നുപൊടി അപ്പൊ 1 ഗ്ലാസ് ആണ് അല്ലേ ഉഴുന്നുപൊടി? അതെ അതെ. അത് നമ്മള് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 ഗ്ലാസ് ഉഴുന്നുപൊടിയായി. നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷമാണ് ഇനി ജീരകമൊക്കെ ലാസ്റ്റ് ഇടുള്ളൂ. അല്ല അതെ. അപ്പൊ ഒരു പിടി ജീരകം അത് ഇട്ട് കൊടുക്കേണ്ടതില്ലേ. ആയിക്കോട്ടെ. ജീരകം ഇടുമ്പോഴേ ഇപ്പൊ ഓർമ്മ വന്ന് എന്താ അറിയോ, ഞങ്ങളൊരു പ്രാവശ്യം ജീരകം കുറച്ച് നല്ലോണം ഇട്ടോ, നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അതില് തിരിച്ചു ചെയ്യണ്ടേ. ഞാൻ തിരിക്കല്ലേ, ഇങ്ങനെ ഉണ്ടാക്കല്ലേ, ചുറ്റി ഉണ്ടാക്കല്ലേ. മുത്തശ്ശി ഗ്യാസിൽ ഉണ്ടാക്കുക അതിലൊരു പൊട്ടലാണ് പൊട്ടി. ജീരകം കൂടുതലായി കഴിഞ്ഞാല് പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിച്ച എണ്ണേന്ന് ടപ്പ് ടപ്പ്. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണല്ലേ അത്. കൂടുതൽ പറ്റില്ല. അതിന് ശേഷം പിന്നെ ഞങ്ങള് കുറച്ചെടുക്കല്ലോ. ജീരകം വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. എള്ളൊന്നും ഇല്ല അല്ലേ ഇതില്? ഏകദേശം ഒരു 100 ഗ്രാം ബട്ടർ അല്ലേ? അതെ, വെണ്ണ. ഇത് നമ്മളൊരു ബൗളില് വെള്ളം. അതിന്റെ പുളിരസം പോവാനാണ്. ഇതാണ് നമ്മളെ ഈ ഒരു മുറുക്കിലെ സീക്രട്ട് അല്ലേ? നമ്മള് വെള്ളത്തിലിട്ട് വെക്കും. കൊറേ നേരം ഇടണോ? ഒന്നും വേണ്ട, ഒരു 10 മിനിറ്റ് വേണോ? തൈര് കലക്കി വെണ്ണ അത് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെക്കും. ആ ഒരു രീതി വെള്ളം ഉണ്ടായി വരും ചെയ്യും. ഒക്കെ ആവുമ്പോ പിന്നെ ഫ്രിഡ്ജിലാണ്ട് വെക്കും. അപ്പൊ ഒന്ന് കാണിക്കാം അങ്ങോട്ട്. കഷ്ണം കഷ്ണാക്കിട്ടോ ഞാന്. അതെ അതെ. ഇങ്ങനെ ഒരു 3-4 ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു 100 ഗ്രാം വെണ്ണ അല്ലെ, ബട്ടർ. ഇത് നമ്മള് കുറച്ചുനേരം വെള്ളത്തിൽ ഇട്ടേക്കുണ്ട്. ഉപ്പിട്ടിട്ടേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അലിയിച്ചിട്ട് ആണ് നമ്മൾ ഇതിലേക്ക്, അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഉപ്പിടുകയല്ല. അല്ലല്ല. അപ്പൊ ചെലപ്പോ അവിടെയും ഇവിടെയൊക്കെ ശരിയായി വരും. അപ്പൊ ഇതാ അമ്മ ഉപ്പിട്ടോളൂ, ഒരു കൈപ്പിടി അളവിൽ. കുറച്ചും കൂടി മതി കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തോളാം അമ്മ. മതി മതി. ഇനി അതൊന്ന് അലിയണം അല്ലേ? അത് അലിയിച്ചു കഴിഞ്ഞാ ഇതിലേക്ക് കൂട്ടി ഒഴിക്കും. കായാണോ അത് ഒഴിക്കുക? ഉപ്പ് കലക്കിയതാണോ ആദ്യം? കായം. അതാ നമ്മളെ പൊടി ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ. നമ്മളെ ബട്ടർ മുറുക്കിന്റെ പൊടി 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 പൊടി. ആയിക്കോട്ടെ. കായം
കായം ഉരുക്കി വെച്ചതാണ് അല്ലെ, ഉരുക്കി അരിച്ച് വെച്ചതാണ്. അതെ അതെ. അത് നമ്മളിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ലാസ്റ്റ് ആണ് വെണ്ണ ഇടുക മുത്തശ്ശി? റെഡി ആയിട്ട് ഇടാം. ആ ഓക്കെ ഓക്കെ. ആ കാണിക്കുമ്പോ വെണ്ണ. ആ നമ്മളിപ്പോ കുറച്ചു നേരം മാറ്റി വെച്ച വെണ്ണ എന്താ. അപ്പൊ നമ്മളിവിടെ ഒരു 100 ഗ്രാം വെണ്ണ, വേണമെങ്കിൽ 50 ഗ്രാം ഒക്കെ മതിയില്ലേ മുത്തശ്ശി? അതെ അതെ. പക്ഷെ ഇത് ഇട്ടാലും മതി, കുഴപ്പമില്ല. ആ നമുക്ക് പിന്നെ വെണ്ണയാണെങ്കിലും കായാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, കൂടുമല്ലോ. അതെ അതെ അതെ. 100 ഗ്രാം ഇട്ടൂന്നേ ഉള്ളൂ. ആ അതെ അതെ. ആ അതെ അതെ. പണ്ട് ഞങ്ങളേ ആ ഞാൻ മടത്തുനിന്നൊക്കെ വാങ്ങിക്കൊണ്ടു അവരൊന്നും വെണ്ണ ഉണ്ടാക്കും. അതെ. അവരിങ്ങനെ പൈസ കൊടുക്കാനുള്ളതല്ലേ, അവർക്ക് മുതലാവും. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ വെണ്ണ. അതെ അതെ അതെ. അപ്പൊ നമ്മള് വീട്ടിലെല്ലാരും ഇത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങള് വെണ്ണ അത്യാവശ്യം നല്ല ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? 25 ഗ്രാം ആണെങ്കിൽ 25 ഗ്രാം വെണ്ണ ഇടാം, 50 ഇടണമെങ്കിൽ 50 ഇടാം, 100 വെച്ചാൽ 100 ഇടാം. അതെ അതെ. ഓരോരുത്തർക്ക് എങ്ങനെ ടേസ്റ്റിനനുസരിച്ച് വെച്ചാൽ അങ്ങനെ ഇട്ടാൽ മതി. അതെ അതെ. അതാ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വന്നിട്ടുണ്ട് അല്ലേ? നല്ല രസമായിട്ട് മാവ് കിട്ടിയില്ലേ? വെള്ളം അധികമായാലേ കൂടുതലായ ബുദ്ധിമുട്ടാണ്. അതെ അതെ അതെ. അപ്പൊ നമ്മള് വെള്ളം പാകത്തിന്, നമുക്ക് അതെ നമുക്കിതിന് വെള്ളത്തിന് കണക്ക് നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല അല്ലേ? കുറച്ചതാ ആ ഉരുട്ടിയ ഇങ്ങനെ ഉരുട്ടിയ ആ ഒരു, ആ അതെ 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 അതെ. അതിന്റെ മുന്നേ കുറച്ച് പണിയുണ്ട്. അതെയോ? ആ തുണി നനച്ചിട്ട്, ആ തുണി നനച്ചിട്ട് നമ്മളിവിടെ വിരിക്കും. അതെ, ഇവിടെ ഒന്ന് ക്ലീൻ ആക്കണം ആദ്യം. ആ അതെ. എന്നിട്ട് അതിന് ശേഷം തുണി നനയ്ക്കണം, നനച്ച ശേഷം ഒന്ന് പിഴിയണം. ആ തുണിയുമ്പിലാണ് നമ്മളിത് കൈ കൊണ്ട് തിരിച്ചുണ്ടാക്കണത്. ഇവിടെ ഒന്ന് വിരിക്കും, എന്നിട്ട് അതിലിങ്ങനെ തിരിക്കും, തിരിച്ചുണ്ടാക്കും. അതെ. കൈമുറുക്ക്, ബട്ടർ കൈമുറുക്ക്. അതെ. നമ്മളെ മുറുക്ക് നമ്മളിതാ ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലേ, മുറുക്കിന്റെ ഉണ്ട, മുറുക്കിന്റെ മാവ്. അതെ, ഈ ഒരു കുപ്പിയുടെ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ദാ കുറച്ച് നമ്മള് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എന്തിനാമേ? അതെന്താന്നറിയാമോ, കൊറേ ആവുമ്പോ ഡ്രൈ ആവും. ഞാൻ ഇരുന്നതാവുമ്പോ അപ്പൊ അതിലേക്ക് ഇങ്ങനെ, അപ്പൊ നമുക്കൊരു മയം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഉണ്ട എടുത്തിട്ടാകുമ്പോ നമ്മള് കയ്യില് ഒന്നതില് മുക്കും. എന്നിട്ട് ഇങ്ങനെ ചെയ്യും അല്ലേ? എളുപ്പത്തിൽ വേഗം അതെ അതെ. അപ്പൊ എല്ലാരും ആ ഒരു ടിപ്പും കൂടെ ശ്രദ്ധിക്കട്ടെ അല്ലേ? അതെ. എന്നാ തുടങ്ങാം. തുടങ്ങാം. ലെറ്റ്സ് ഗോ സ്റ്റാർട്ട് മുത്തശ്ശി. സ്റ്റാർട്ട്. ഇങ്ങനെ ആക്കിയിട്ട് അപ്പൊ ഈ കൈ വിരലോട്ടൊന്ന് പ്രസ് ചെയ്യണം, അത് പോരുവേ. അതെ അതെ. ഒന്ന് റൗണ്ടായി കിട്ടണമെങ്കിൽ ഇനി ശരിയായി. അങ്ങനെ തിരിച്ചു കൊടുക്കാം. മൂന്നായില്ലേ അമ്മേ? നല്ല രസമുണ്ടമ്മേ. ക്യൂട്ട് ക്യൂട്ട് ബട്ടർ മുറുക്ക്. ഇനി അടുത്തല്ലേ? അടുത്ത് ഒന്ന് ഇവിടെയായി, 2 തവണ, 3 തവണ. അങ്ങനെ നമ്മൾക്ക് ഇതാ 3 മുറുക്ക് ഇപ്പം നമ്മളുടെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തിരിക്കണ കാണാൻ നല്ല രസാല്ലേ? ഞാനന്ന് അവിടെ ചെന്നപ്പോഴേ ആ ചേച്ചി ഉണ്ടാക്കണ ഇങ്ങനെ നോക്കിയിരുന്നു. അതെ, അവർക്ക് വേഗം വൈകിട്ടോ ചേച്ചിക്ക്. നല്ല സ്പീഡ് ഉണ്ടാവും അല്ലേ? നല്ല സ്പീഡ്. പിന്നെ ഡെയിലി ഇങ്ങനെ ചെയ്യണല്ലേ, അപ്പൊ അവർക്കത് വേഗം നല്ല എളുപ്പമായിട്ട്. അതെ അതെ.
അമ്മ ഇതെല്ലാം രസമുണ്ടല്ലേ കാണാൻ? അതെ, ഒരു പൂ പോലെ ഇല്ലേ? അതെ അതെ അതെ. പിന്നെ ഇത് ചെറിയ പൂവും പോലെ. അതെ അതെ. അപ്പൊ ഇനി നമ്മള് 4 ആയിട്ടുള്ളതാ അല്ലേ? 4 ഇതിപ്പോ 3 അല്ലേ? ഇനി 4 ഉണ്ടാക്കാം. അപ്പൊ ഇനി എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം കാണിക്കാം കേട്ടോ. അതെ അതെ. അപ്പൊ അതാ കുറച്ച് മുറുക്കൊക്കെ കൈ കൊണ്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊന്നിതാ നല്ല വലുതുണ്ട് അല്ലേ? എല്ലാവർക്കും കാണാലോ വിചാരിച്ചിട്ട് വലുതാക്കിയത് അമ്മ. 3-4 ചെറുതും ഉണ്ട്. 3 അമ്മ ചെറുതുമാക്കി, 1 വലുതുമാക്കി, ബാക്കിയുള്ളതൊക്കെ സാധാരണ നമ്മളെ 4 വിരി അമ്മേ. അതെ അതെ, 4 വിരി കേട്ടോ. 4 ചെറുതും 3 ഉണ്ട്. അതെ, ഇങ്ങനെ കേട്ടോ. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കി എടുക്കാം അല്ലേ? അതെ. അപ്പൊ നമ്മള് ഗ്യാസ് ഒക്കെ കത്തിച്ചിട്ട് ഉരുളി വെച്ചു അല്ലേ മുത്തശ്ശി? അതെ 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 അതെ. അപ്പൊ ഇതിലേക്ക് എണ്ണ ഒഴിക്കുക. അപ്പൊ അതാ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് ഇടുകയില്ലേ? അതാട്ടോ നമ്മളെ മുറുക്ക്. ഒന്നുകൂടെ ഇടാം. ഈ അറ്റത്തൂടെ ചൂട് വരുമ്പോഴേ. അപ്പൊ ദാ നമ്മളിപ്പോ കറക്റ്റ് ഫില്ലായി. അതും ഒരു പൂ പോലെ ഇടണം അമ്മേ. വലുതിടാൻ അത് മാത്രമായിട്ട് ഇടേണ്ടി വരുമോ? അതിന്റെ ഒപ്പം അല്ലേ? അപ്പൊ മുത്തശ്ശി നമ്മളെ മുറുക്കായി വന്നിട്ടുണ്ട് അല്ലേ? ഇത് നമുക്ക് കോരി മാറ്റാം അല്ലേ? നമ്മൾ ഈ ഒരു കളർ ആവുമ്പോഴേക്കും നമ്മൾ കോരിയിട്ട് ഇതാ നമ്മൾ ഈ ഒരു മുറുക്ക് ഇതാ അവിടെ കുറച്ച് റെഡി ആയിട്ടുണ്ട്. അതെ, ഇതാ ബാക്കിയുള്ള ഇതാ അവിടെ മുത്തശ്ശി എണ്ണ കുടയുന്നു. ആയി. അടുത്ത ട്രിപ്പ് മുറുക്കാണ് കേട്ടോ. ബട്ടർ മുറുക്ക്. എന്താ മുറുക്കാ മുത്തശ്ശി? ബട്ടർ മുറുക്ക്. ആഹാ. അപ്പതാ നമ്മളുടെ അടുത്ത ട്രിപ്പ് ആയി. ഇനി മുത്തശ്ശി എന്നാല് ആ പ്ലേറ്റ് എടുത്തോളൂ. നമ്മള് കോരിക്കൊണ്ടിരുന്ന പ്ലേറ്റ്. സൗണ്ട് കേട്ടില്ലേ? ഈ ഒരു സൗണ്ട് വരണല്ലേ? അതെ. സ്വർണ്ണമീനിന്റെ ചേലൊത്ത പെണ്ണാളെ റെഡി റെഡി മുറുക്ക്, ബട്ടർ മുറുക്ക് റെഡി. ഇനി നമുക്കിത് അതും കൂടി ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ തിരിക്കാനുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി കാണിക്കാം അല്ലേ? അതെ അല്ലേ മുത്തശ്ശി? ആയിക്കോട്ടെ. മുത്തശ്ശി ഊണൊക്കെ കഴിച്ചു വരാം. അതെ അതെ അതെ. അപ്പൊ മക്കളെ ബട്ടർ മുറുക്ക്. അതെ, ഒരു മെഷീനും ഇല്ലാതെ കൈകൊണ്ട് തിരിച്ചുണ്ടാക്കിയതാണ്. അതെ അമ്മേ സൂപ്പർ. കൈകൊണ്ട് ഫുള്ള് തിരിച്ചുണ്ടാക്കിയില്ലേ? ഇനി ബാക്കി ഉണ്ടാക്കാനും ഉണ്ട്. ഇപ്പൊ തൽക്കാലം ഇതിങ്ങനെ കാണിക്കാൻ. അതെ അതെ അതെ. കഴിച്ചിട്ട് തുടങ്ങാൻ ബാക്കി. അതെ അതെ അതെ. അപ്പൊ ഇതാ നമ്മള് മുറുക്ക് ഇതാണ് കേട്ടോ. പക്ഷേ കാണാൻ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇതിക്ക് തന്നെ നോക്കണത്. എണ്ണം കുറയോ? ടേസ്റ്റ് നോക്കണ്ടേ പിന്നെ. അതെ 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 അതെ. അപ്പൊ ഉദ്ദേശം ഒന്ന് കഴിച്ചു നോക്കൂ. കറുമുറു ഉണ്ടോ നോക്കട്ടെ. രണ്ടാളും കഴിച്ചോളൂ. കഴിച്ചോളൂ മുത്തശ്ശി കഴിക്കോ. കറുമുറു ഒച്ചുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? എന്താ ചെയ്യാ, എല്ലാത്തിനും ഞാൻ തന്നെ വേണം. അതെ അതെ അതെ. അപ്പൊ ഇതാ നമ്മള് മുറുക്ക് ഇതാ അവിടെ നല്ല ഭംഗിയായിട്ട് റെഡി ആയി കഴിഞ്ഞു. ഈ ഒരു മൂപ്പാണ് ആവേണ്ടത് അല്ലേ, പാകം. ഇപ്പൊ നമ്മളെ ബട്ടർ മുറുക്ക്, കൈ കൊണ്ട് തിരിച്ചുണ്ടാക്കിയ ബട്ടർ മുറുക്ക്. അതെ. അപ്പൊ മക്കളെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അതെ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതെ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് മുത്തശ്ശി വീണ്ടും വരാം. അപ്പൊ ഇതുപോലെ എല്ലാരും മുത്തശ്ശി ഉണ്ടാക്കിയ പോലെ എല്ലാരും ഉണ്ടാക്കി നോക്കൂട്ടോ. അതെ അതെ. ബൈ ബൈ. ബൈ.